ഇതിവിടെ ബോട്ടുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കടലിൽ നിന്ന് കയറി വരുന്ന ബോട്ടുകളുണ്ട്. അതാണ് നമ്മുടെ ആ പുഴയുടെ അപ്പുറമാണ് നമുക്ക് കടൽ. ആ കടലിൽ നിന്ന് കയറി വരുന്ന ബോട്ടുകൾ പണിയും കഴിഞ്ഞിട്ട്. അങ്ങനെയുള്ള ചില കാഴ്ചകളാണ് ഇവിടെ ഇന്ന് കാണുന്നത്. പിന്നെ ഇവിടെ നിന്ന് ജങ്കാറ് നേരത്തെ ഓടറുണ്ടായിരുന്നു. അതിപ്പോൾ കാണുന്നില്ല. പക്ഷേ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സൂര്യൻ അസ്തമിച്ചത് തെങ്ങിൻ്റെ അതിലേക്കൂടി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കടലിലോട്ട് താഴാനായിട്ട് അധികം സമയമില്ല സൂര്യൻ. ഹാങ്ങിങ് ചെടികളൊക്കെ നല്ല ബുഷായിട്ടൊക്കെ ഉണ്ട്. ഇത് മറ്റേ വെള്ളത്തിലും വെക്കാം. ഇതിന് നമുക്ക് നമ്മുടെ പോട്ടിലും വെക്കാം. ഇതിന് പക്ഷേ നല്ല വെള്ളം വേണോട്ടാ. നമുക്ക് നന കുറവാണെങ്കിൽ ഈ ചെടി പെട്ടെന്ന് ഉണങ്ങിപ്പോകും. ഈ ചെടികൾ ഒരു ദിവസം നനച്ചില്ലെങ്കിൽ തന്നെ പിറ്റേ ദിവസം അത് വാടിക്കിടക്കുന്നതാണ്. പിന്നെ അത് ഈ പുല്ലിൻ്റെ ഒരു ചെടിയുണ്ട്. ഇത് നല്ല ബുഷായിട്ട് നിൽക്കുന്ന ചെടികളൊക്കെ. പിന്നെ നമ്മുടെ ഈ ചെടി ഇത് ഒരു ഹാങ്ങിങ് ആയിട്ട് ഇതിങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ചെടി ഞാനത് ഒരു ചട്ടിയിലോട്ട് മാറ്റി വെച്ച്. ചെടികളൊക്കെ ഇത് ഹാങ്ങിങ് ആയിട്ട് വെക്കാൻ പറ്റിയ ചെടിയാണിത്. പിന്നെ ഈ ചെടി കാണാൻ നല്ല ഭംഗിയാണ്. ഈ ചെടിയുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ചെടി വീണ്ടും അതിൻ്റെ വിത്തായിട്ട് ഉണ്ടാവണത്. നിറച്ചും അത് താഴ്ത്ത് വീണ് നിറച്ച് ഉണ്ടാവണ ഒരു ചെടിയാണിത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇല കാണാനായിട്ട്. പിന്നെ ഞാനൊക്കെ വന്നതിന് മുമ്പ് ഇവിടെ ചേട്ടൻ പറയാറുണ്ട്, ഇവിടുത്തെ ഫോട്ടോയിലും കാണാൻ ഇഷ്ടം പോലെ ചെടികളായിരുന്നു. ഇവിടെ മുറ്റത്തും പുറത്തൊക്കെ നിറച്ച് ചെടികളായിരുന്നു. ഈ ഇലച്ചെടികളൊക്കെ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഭയങ്കര വില കൂടിയ ചെടികളായിട്ട് ഇപ്പോൾ നമ്മൾ വാങ്ങിക്കുന്നതാണ് ചേട്ടൻ പറയണത്. സ്നേക്ക് പ്ലാന്റൊക്കെ 2-3 ടൈപ്പൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അതും പിന്നെ സ്നേക്ക് പ്ലാന്റ് മാത്രമല്ല, ഈ ഇലച്ചെടികളില്ലേ, ക്രോട്ടൺ പ്ലാന്റ്, അതുപോലത്തെ ഇലച്ചെടികളൊക്കെ തിങ്ങി നിൽക്കുകയായിരുന്നു ഇവിടെ. അതുപോലെ ഇവിടെ ചേട്ടനായാലും അച്ഛനായാലും ഒരു ചെടി വാടി നിൽക്കണുണ്ട് കഴിഞ്ഞാൽ ഇവർ അപ്പം അതിന് വെള്ളമൊഴിക്കുകയും ചെയ്യും. പിന്നെ ഒരു ചെടി ഒന്നും പറ്റാത്ത ചെടിയാണെങ്കിലും ഇവർ വെട്ടിക്കളയില്ല. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. കാരണം പക്ഷേ കാട് പോലെ ഉള്ള ഒരു ഇതാക്കിയിടും. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ഇത് ഇവിടുത്തെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ അത് ഈ കുരുമുളക് ചെടിക്കാണ് ഇവിടെ നമുക്ക് വെള്ളം എത്താത്തത്, അല്ലേ, നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാത്ത ചെടിയാണ് കുരുമുളക്. അതുങ്ങൾ പക്ഷെ അങ്ങനെ വാടാറില്ല കേട്ടോ. ചേട്ടൻ വെള്ളം ഒഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാത്തിനും വെള്ളം ഒഴിച്ചു കൊടുക്കും. ഞാനാണെങ്കിലാണ് ഈ ചിലതിനൊക്കെ വിട്ടു പോണത്. ആളാണെങ്കിൽ ഒന്നും വിട്ടാണ്ട് എല്ലാത്തിനും ഒഴിച്ചോളും. എല്ലാത്തിനും നനയത്തണമല്ല. ഈ മണ്ണുത്തി നീട്ടിയേ വെള്ളിരിക്കയും മുളച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത് കുമ്പളങ്ങ തൈയാണ്. 2 മുളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വെള്ളിരിക്ക ഏതാണ് കുമ്പളങ്ങയാണ് ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നമ്മളുടെ പ്രകൃതിനെ നമുക്ക് കാണിച്ചിട്ടുണ്ട് ഏതാണ് വെള്ളിരിക്ക ഏതാണ് കുമ്പളങ്ങയെന്ന്. കാരണം വേണ്ട, ഈ വെള്ളിരിയുടെ തൈമ നിറച്ച് പുഴുവന്ന് തിന്നുകൊണ്ടിരിക്കണ ഒരു പുഴു എന്നെ പിടിച്ചോളട്ടെ. പക്ഷേ കുമ്പളങ്ങയുടെ ഇലന പുഴുവന്ന് ആക്രമിക്കല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ കുമ്പളങ്ങ ഇതാണ്, വെള്ളരി ഇതാണ്. ഇതേ വെള്ളരിയുടെ കണ്ടില്ല, അരിപ്പ പോലെ വെച്ചാക്കിയാണ് പുഴുവന്നുണ്ട്. പുഴുവിനെയും കൊണ്ട് ഒരു രക്ഷയില്ല, എന്ത് ചെയ്യാനാണ്. പക്ഷേ വെള്ളരി ഇവിടെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. പക്ഷേ നമുക്കിത് ഉണ്ടാക്കി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുമില്ല. പുഴുവിൻ്റെ വല്ലാത്ത ആക്രമണമുണ്ട്. അപ്പോൾ ഇത്തിരി ചാണകവെള്ളം ഉണ്ടല്ലോ, അത് ഇത്തിരി അടിച്ച് നോക്കട്ടെ. പിന്നെ ചേട്ടൻ ഇവിടെ രാവിലെ വന്നിട്ട് ഈ പയറുണ്ടായതൊക്കെ പൊട്ടിച്ചെടുത്ത് അതൊക്കെ എന്തെങ്കിലും ഉണ്ടായി കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് വിളവെടുക്കണം. ഇവിടെ അടുത്ത വീട്ടിലെ ചേച്ചിമാരുടെ പണികളാണ് കേട്ടോ. ഞങ്ങൾ നിറഞ്ഞ കണ്ടിട്ടാണ് ഈ പണി ചെയ്യണത്. അവര് പാവക്കുരു ഉണ്ടാന്ന് നോക്കി. ഇതുണ്ട്, വെള്ളരി ഉണ്ട്. അപ്പം നമ്മുടെ അയലത്രത്ത് ചേച്ചിനോടെ ഞങ്ങളുടെ കണ്ടിട്ടാണെന്ന് പറഞ്ഞതെന്ന് വെച്ചിട്ട് ചേച്ചി എന്നെ ഓടിക്കാൻ നിൽക്കണമായിരുന്നു. കാരണം ഇതിൻ്റെ കണ്ടിട്ടല്ല, അവർ നേരത്തെ നിറഞ്ഞ ആൾക്കാരാണെന്നും പറഞ്ഞോണ്ടേ, ഏത്ത വാഴയൊക്കെ നിറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ ഒരു വാഴക്കണ്ട പുള്ളിക്കും കണ്ടെന്നും ടിഷ്യൂ കൾച്ചറിൻ്റെ കിട്ടിയിട്ട് നടണമായിരുന്നു. അപ്പം നമ്മുടെ എന്തെങ്കിലും ഉണ്ടായി കൊടുക്കണമെന്ന് പറയുന്നു. അവർക്ക് കോവക്ക വേണ്ട, കോവക്കയല്ല നമുക്കുള്ളത്, കോവക്ക വേണ്ട, പീച്ചിങ് എന്തെങ്കിലും ഉണ്ടായാൽ കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു പീച്ചിങ് ഒരെണ്ണം ഉണ്ടായത് അതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതുപോലെ വിത്തൊക്കെ ചോദിച്ചു. വിത്ത് നമുക്ക് വേറെ അങ്ങനെ വിത്ത് ഒക്കെ വെള്ളിരിയുടെ വിത്താണുള്ളത്, അത് വേണ്ടെന്നവർക്ക്. കോവൽ നാളെ പറിക്കാം.
ചേട്ടൻ കോവൽ നാളെ പറിക്കാൻ തന്നെ. കോവൽ അവർക്ക് വേണ്ട, അവർക്ക് പീച്ചിങ്ങണ്ടായും കൊടുക്കാനായിട്ട് അങ്ങനെ പറയണം. ഇങ്ങനെ സൂര്യൻ ഏതായാലും അസ്തമിച്ചിട്ടുണ്ട് നേരത്തെ. എന്നാലും ഒരു മൂടലിൻ്റെ അന്തരീക്ഷമാണ്, ഒരു മഴക്കാരമുള്ള പോലെ ഉള്ള. നേരത്തെ സന്ധ്യയല്ലേ, ഒരു 6 മണി ആവണുള്ളൂ, പക്ഷേ ചെറുതായിട്ട് ഇരുട്ടായി തുടങ്ങി നമുക്കിവിടെ. അങ്ങനെ ഇന്നത്തെ ഇവിടുത്തെ ചെടി നനകളൊക്കെ കഴിഞ്ഞ്. നമ്മുടെ ഈ മധുരക്കിഴങ്ങ് എൻ്റെ ഇലക്ക് കേടാണിത്. അല്ലേ, മധുരക്കിഴങ്ങ് നമുക്ക് തന്ന ചേച്ചി അവർക്കത് പൊട്ടിക്കാറായി തുടങ്ങിയിട്ടുണ്ടെന്ന്. അത് നല്ല 100 കിഴങ്ങാണെന്ന് പറയണ്ടായിരുന്ന ചേച്ചി മധുരക്കിഴങ്ങ്. നമുക്ക് എന്താണാവും മധുരക്കിഴങ്ങ് ഇവിടെ അതിൻ്റെ ഇലയമ കേടുവനുണ്ട്, എന്താണെന്നറിയില്ല. ഈ ചെടിയും അതേ പൂവുണ്ടാവേണ്ട ഒരു വയലറ്റ് കളറ് പൂവുണ്ടാവേണ്ട ചെടിയാണ്. എനിക്കിത് ഇളച്ചൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. ഈ ചെടിയുടെ പേര് എനിക്കറിയില്ല കേട്ടോ. അവിടെ വെറുതെ മണ്ണിൽ അവിടേക്ക് ഇഷ്ടം പോലെ സ്ഥലമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ ചെടികൾ ഇങ്ങനെ നിറച്ചും മണ്ണിൽ ഇങ്ങനെ നിറച്ചുണ്ടായിക്കണം. നമ്മുടെ 10 മണി പൂവ് ഉണ്ടായിക്കണമില്ലേ, അതുപോലെ പറമ്പിൽ നിറച്ച് മുളച്ചിരിക്കണേ ചെടി. അപ്പോൾ ഞാനിന്ന് പറഞ്ഞിടത്തിന് എടുത്തുകൊണ്ടുവന്നതാണ്. ഇതേ ഒരു കുഞ്ഞു മുട്ടുണ്ടായിട്ടുണ്ട്. നമ്മുടെ ചീന വലയിൽ ഒരു ഞണ്ടിനെ കിട്ടിയിട്ട് മഡിനെ കിട്ടിയിട്ട് അച്ഛൻ കൊടുക്കണോടത്ത് ഞണ്ടിനെ എടുക്കണോടത്ത്. അപ്പോൾ അവർ ഇത്തിരി കൂടി വലുതായിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു മീനിൻ്റെ കൂടുണ്ട്. അതിൽ ഒരു ബോക്സിലാണെന്ന് തോന്നുന്നല്ലേ, ബോക്സിലിട്ട് വെച്ചാക്കല്ലേ. എന്നിട്ടത് ഒന്ന് കാണിക്കാനായിട്ടേ ആ ബോക്സ് ഒന്ന് പൊക്കാവും പറയേണ്ട ചേട്ടൻ. അതിൽ ഞണ്ട് ഇതിലെ കൂടി നടക്കുന്നുണ്ട്. കേട്ടോ, ഞണ്ട് കണ്ട ഇത് 2 ദിവസം ഇവിടെ തീറ്റ കൊടുക്കാനിട്ടാക്കണേന്നുള്ളേ. അപ്പോൾ എന്തോ കണമ്പ എന്താണ്ടൊക്കെ തീറ്റ എടുക്കണില്ലെന്ന് പറയണ്ട അച്ഛൻ. അങ്ങനെ എന്താണ്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാലൊക്കെ നല്ല വലുതാണല്ലോ അല്ലേ, നമ്മ വീഡിയോ കണ്ണിലും നല്ല വലിയ കണ്ടാണ് കേട്ടോ. വലുതാവേണ്ടി നമുക്ക് നല്ല വില കിട്ടുമെന്നുള്ളേ, വലുതായാലും വില കിട്ടും. ഇതുപോലെ ഇടയ്ക്ക് നമുക്ക് ഞണ്ട് കിട്ടാറുണ്ട്. ഇത് ഇവിടുത്തെ മീൻ കൂടാണ് കേട്ടോ. ഇതിൽ മീനൊന്നുമില്ലല്ലോ ഇപ്പം, പറ്റിയിട്ടിട്ടുണ്ടോ ഇതിലേ? പക്ഷേ മഡല്ലായിരുന്നു എന്നാണ് പറയണത്. മഡാണോ? പിന്നെന്താണ് വില കിട്ടാഞ്ഞത്? അപ്പം ഈ തന്നാക്കൊരു പേടിയെന്ന്, ഈ അല്ല കൊടുക്കുന്ന ആൾക്ക് അല്ലേ, അതിന് വില കിട്ടൂ. അതാണ് ഒരു ചൊടിക്കുറവെന്ന് ഞണ്ടിനൊരു ഉഷാറില്ലെന്ന്. അപ്പോൾ ഒരാഴ്ച വെള്ളത്തിലിട്ടാൽ ഉഷാറാവും. അപ്പം അതിന് അന്നേരം വില കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമ്മുടെ ചീന വല കയറിയിട്ടുള്ളൊരു വ്യൂ ആണിത്.